വി ഡി സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം പുതുയുഗത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ കുറേ നാറിയ കളികൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടതാണ്. കെ സി വേണുഗോപാലിനെ കേരളം കൂടി നശിപ്പിക്കാതെ സമാധാനം ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ സ്വപ്നങ്ങൾക്ക് വെള്ളമിട്ട് ഹൈക്കമാൻഡ് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചു. അത് വളരെ വളരെ നല്ല കാര്യമായി. കാരണം 100 സീറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു, 102 സീറ്റുമായി അദ്ദേഹം ജയിച്ചു വന്നു. അദ്ദേഹം തന്നെയാണ് കേരളത്തിന് ഇത്തവണത്തെ LDFൻ്റെ യോജിച്ച മുഖ്യമന്ത്രി എന്ന് ഞാൻ കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ രമേശ് ചെന്നിത്തലയുടെ ചില ഇണക്കങ്ങൾ LDFൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിൽ വരുന്നൊരു തെരഞ്ഞെടുപ്പ്, അതിൽ വളരെ ഗംഭീരമായൊരു മുന്നേറ്റം, ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പടലപ്പിണക്കങ്ങൾ വേണമായിരുന്നോ ചെന്നിത്തല എന്നൊരു ചോദ്യം ബാക്കി അവിടെ നിൽക്കുന്നു. കെ സി വേണുഗോപാൽ വരാത്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സങ്കടം മോദി ക്യാമ്പിനാണ്. കാരണം കെ സി വേണുഗോപാൽ നയിച്ച കാലത്തെല്ലാം BJP കൃത്യമായ ചാൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. BJPക്ക് ഏറ്റവും ആവശ്യം കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുക എന്നതായിരുന്നു. കാരണം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അടുത്തത് BJP മുഖ്യമന്ത്രി കേരളത്തിനുണ്ടാവുമെന്നായിരുന്നു അവരുടെ സ്വപ്നം. പക്ഷേ സ്വപ്നങ്ങളെല്ലാം ഹൈക്കമാൻഡ് വെള്ളം കോരി ഒഴിച്ചു. കാരണം ഇതിനു മുന്നേ നടന്ന എല്ലായിടത്തും ഇതാണ് കണ്ടത്. കെ സി വേണുഗോപാൽ നയിച്ച പ്രമുഖ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ BJP ഗവൺമെൻറ്റാണ്. കെ സി വേണുഗോപാലിന് എന്താണ് BJPയിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇനി അയാൾ എന്തൊക്കെയാണ് ഈ കാണിക്കാൻ പോകുന്നത്? കേരളം കൂടി ഇനി BJP കൊടുക്കണമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ അല്ലേ? കേരളത്തിന് സതീശൻ എന്ന് പറയുന്ന ഒരു യുവ മുഖ്യമന്ത്രി, ഒരു പുതിയ യുഗ പിറവി